ഭരണാധിപന്മാര് ഇന്ന് വരേക്കും ധൈര്യം കാണിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ ഖബറെന്ന ജീവിതമാണ് നമുക്ക് വരാനുള്ളത്. ആ ഖബറെന്ന ജീവിതമാണ് നാം ആലോചിക്കേണ്ടത്. ആ ഖബറിന്റെ ജീവിതമാണ് ഭയാനകരമായത്. ഇവിടെയുള്ളതെല്ലാം നശ്വരമാണെങ്കിൽ എന്നേക്കുമുള്ള ജീവിതത്തിലേക്കാണ് തുടക്കം കുറിക്കാനുള്ളത്. അവ്വലു മനാസിലിൻ മിൻ മനാസിലിൽ ജന്നാ. ഒരു പക്ഷേ സ്വർഗത്തിന്റെ പൂന്തോട്ടങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ പൂന്തോട്ടമാണ്, ആദ്യത്തെ ഒരു കവാടമാണ്, ആദ്യത്തെ ഒരു ഭവനമാണ് ഖബറ്. സുബ്ഹാനല്ലാഹ്. ഖബറിനാണ് തുടക്കം കുറിക്കുക, ഖബറിനാണ് തുടക്കം കുറിക്കുക. ഖബറിൽ നന്നായി കഴിഞ്ഞാലോ അതിന്റെ അപ്പുറമുള്ളതെല്ലാം സന്തോഷമാണ്. അതുകൊണ്ട് തന്നെയാണ് അവ്വലു മനാസിലിൻ മിൻ മനാസിലിൽ ജന്നാ, അല്ലെങ്കിൽ ഔ ഹുഫറത്തും മിൻ ഹുഫരിൻ നീറാൻ. നല്ല മനുഷ്യനാണോ, നല്ല മനുഷ്യനാണോ, സൽപാന്താവിലൂടെ നീങ്ങിയവനാണോ, നല്ല ചങ്ങാത്തം കെട്ടിയവനാണോ, SBS-ലും SSF-ലും SYS-ലും വളർന്നവനാണോ, ആ മനുഷ്യൻ അവന്റെ സ്വർഗത്തിന്റെ കവാടങ്ങളിൽ ഒരു കവാടങ്ങളിലേക്കാണ് അവൻ പോവുക. ഇൻഷാ അല്ലാഹ് സമയത്തിന്റെ പരിമിതി നോക്കി വേണ്ടതുപോലെ സമയം കിട്ടിയ ഒരല്പം ആ ഭാഗത്തേക്ക് ഞാൻ പിന്നീടെത്തും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലെങ്കിലോ നരകത്തിന്റെ കവാടം, നരകത്തിന്റെ ഒരു കുണ്ടാരമാണ്, ഒരു കുണ്ടാണ്, ഒരു കുഴിയാണ്. അല്ലാഹു കാത്ത് സലാമത്താക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. ഖബറെന്ന് കേട്ടാൽ ആരാ ഞെട്ടാത്തത്? ഏറ്റവും വലിയ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 3ാം ഖലീഫ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെപ്പോഴും കരച്ചിലാണ്. ഖബർ കണ്ടാൽ കരച്ചിലാണ്. ഖബറിന്റെ വിഷയം കേട്ടാൽ കരച്ചിലാ, ഖബറിന്റെ വിഷയം കേട്ടാലും കരച്ചിലാ, ആരെങ്കിലും പറഞ്ഞാലും കരച്ചില് തന്നെ. കേട്ടോ, ചോദിച്ചുപോയി, അല്ല ഉസ്മാൻ തങ്ങളെ, എന്തിനാണ് തങ്ങളെ അങ്ങ് വേദനിക്കുന്നത്? എന്തിനാണ് തങ്ങളെ അങ്ങ് കരയുന്നത്? സ്വർഗത്തിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ച 10ഓളം വരുന്ന പ്രമുഖരിൽ 3ാമനല്ലയോ അങ്ങ്? അങ്ങേക്ക് പൂർണ്ണമായും സ്വർഗമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെന്തിനാണ് വിഷമിക്കുന്നത്? അവിടെ നിന്നാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞത്, ഞാൻ മരിച്ചു പോയാൽ എന്റെ ഖബർ ജീവിതമാണ് ഡേഞ്ചർ, അതാണ് ക്രിട്ടിക്കലായ വിഷയോ, അതാണ് ബേജാറുള്ള വിഷയോ. കാരണം ഒറ്റക്കായി ഞാൻ കിടക്കേണ്ട വീടല്ലയോ ഖബർ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്റെ കൂടെ വരില്ലല്ലോ, എന്റെ പ്രിയപ്പെട്ട മകൻ എന്റെ കൂടെ വരൂലല്ലോ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നെ കൂടെ അവിടത്തേക്ക് വരൂലല്ലോ. അലോടായ ജീവിതമല്ലേ, ഒറ്റക്കായ ജീവിതമല്ലേ ഖബർ ജീവിതം. ഖബർ ജീവിതം കഴിഞ്ഞിട്ട് പുനർജന്മം നടന്നാൽ അവിടത്തേക്ക് മഹ്ശറിലേക്ക് പോകുന്ന രംഗമുണ്ട്. ആ രംഗം ഞാൻ ഒറ്റക്കല്ല പോകുന്നത്. എന്റെ ബാപ്പയും ഖബറിന്ന് എഴുന്നേൽക്കാനുണ്ട്, എന്റെ ഉമ്മയും ഖബറിന്ന് എഴുന്നേൽക്കാനുണ്ട്, എന്റെ മക്കളും ഖബറിന്ന് എഴുന്നേൽക്കാനുണ്ട്, എന്റെ ഉറ്റവരും ഉടയവരും ഒക്കെ ഖബറിന്ന് എഴുന്നേൽക്കാനുണ്ട്, എല്ലാവരും എഴുന്നേൽക്കാനുണ്ട്. പക്ഷേ ഒറ്റക്കായ ജീവിതം കാലങ്ങളോളമായി ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതുന്നത് വരെ ഞാനവിടെ കിടക്കണ്ടേ? അതോർത്ത് ഞാൻ ബേജാറിലാണ്. അതോർത്തിട്ടാ എനിക്ക് ടെൻഷന്, അതോർത്തിട്ടാ എനിക്ക് വിഷമോ, അതോർത്തിട്ടാണ് എനിക്ക് സങ്കടമോ. അതുകൊണ്ട് ആ
ഖബറിലുള്ളതെന്താണ്? മേടക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ട ദാനസുമാന. ഇവിടെയുള്ള നല്ല ലക്സൂറിയസ് ഫിനിഷ്ഡായ എല്ലാ നിലക്കുമുള്ള സുഖവും സന്തോഷമുള്ള ഏറ്റവും സംസ്കാരമുള്ള ഏറ്റവും വലിയ പ്രാമാണിക തലത്തിലുള്ള ഏറ്റവും ലക്സൂറിയസ് VIP റൂമുകളിൽ നിന്ന് റൂമുകൾക്ക് പകരം മാളമല്ലേ ഖബറിലുള്ളത്? ആ 6 അടി മണ്ണിൽ താഴ്ത്തബറിന്റെ രംഗം കണ്ടില്ലേ മുഅ്മിനീങ്ങളെ? എന്റെയും നിങ്ങളെയും മനസ്സിലതിന്റെ ഓടിയെത്താത്തത്, എന്റെയും നിങ്ങളെയും മനസ്സിനെന്റെ അത് പ്രകമ്പനം സൃഷ്ടിക്കാത്തത്, എന്റെയും നിങ്ങളെയും മനസ്സിനെന്റെ മാറ്റം വരാത്തത് ഞാൻ അവിടെ പോകാതിരിക്കുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരൻ അവിടെ പോകാതിരിക്കണോ? എന്റെ ശിഷ്യന്മാരവിടെ പോകാതിരിക്കുന്നുണ്ടോ? ഞാൻ അവിടെ പോകാതിരിക്കുന്നുണ്ടോ? ഉസ്താദ് മരിച്ചതുകൊണ്ട് ശിഷ്യന്മാരെന്റെ ഉസ്താദിനെ ഖബറടക്കണ്ടെന്ന് പറഞ്ഞിട്ട് വാത്സല്യത്തോടെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. മമ്മിയിൽ വെച്ചിട്ട് ഇന്ന് ആ ഡെഡ് ബോഡിയെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ, ഫറോവയുടെ ഡെഡ് ബോഡിയെ കാക്കുന്നത് പോലെ കാക്കാമെന്ന് പറയുന്നുണ്ടോ? ആരും പറയുന്നില്ലല്ലോ. അങ്ങനെ പറയുന്നെങ്കിൽ അത് അംഗീകരിക്കാനും കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ നിലക്കുള്ള ഭയാനകരമായ രംഗമാണ് ഖബറിലുള്ളത്. സമ്പാദ്യ മുതലിൽ നിന്ന് 3 കിഫാന. അത് മാത്രമല്ലതിലെപ്പോഴും വഹദാന. ഞാൻ വലിയ കോടിയുടെ ഉടമയാ, ഞാൻ വലിയ കോടീശ്വരനാ, ഞാൻ വലിയ സമ്പാദ്യമുള്ളവനാ, ഞാൻ വലിയ ലക്ഷാധിപതിയാ, ഞാൻ വലിയ കരോഡ്പതിയാ, ഞാൻ വലിയ മില്യൺ കണക്കിലോ ബില്യൺ കണക്കിലോ സ്വത്തുള്ള മനുഷ്യനാ. എന്നാലോ എന്റെ ഖബറിലേക്ക് ഒരു സ്വത്തിന്റെ നയാകാശ് പോലോ ഖബറിലേക്ക് കൊണ്ടുപോകാനില്ല. ആ ഖബറിലേക്ക് കൊണ്ടുപോകാനുള്ളത്, സമ്പാദ്യ മുതലിൽ നിന്ന് കൊണ്ടുപോകാനുള്ളത് കേവലം 3 കഫൻപുട മാത്രമാണ്. 3 കഫൻപുട മാത്രമാണ്. ആ കഫൻപുടയിൽ പോലും എന്റെ സമ്പത്തിന്റെ മഹിമ പറഞ്ഞുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ളൊരു വസ്ത്രം ധരിക്കാനെങ്കിലും പറ്റുമോ? ഉണ്ടോ? നമ്മുടെ നാട്ടിൽ ആരെങ്കിലും മരിച്ചു പോകുമ്പോ, നാട്ടിലെ ഏതെങ്കിലും പ്രാമാണിക വ്യക്തികൾ പോകുമ്പോ, അല്ലെങ്കിൽ ഒരു MLA മരിച്ചുപോയാൽ, ഒരു MP മരിച്ചുപോയാൽ, ഒരു മന്ത്രി മരിച്ചുപോയാൽ, ആ മന്ത്രിയുടെ കഫൻ അദ്ദേഹത്തിന് കഫൻ ചെയ്യുന്ന സമയത്ത് സാധാരണ കഫൻ കൊട പറ്റൂല. നല്ല ക്വാളിറ്റിയുള്ള നല്ല വിലമതിപ്പുള്ള കോട്ടൺ വസ്ത്രമാകണമെന്നോ അഥവാ ഹൈ ക്വാളിറ്റിയുള്ള നല്ല വസ്ത്രമാകണമെന്നോ പറയാൻ ഇന്ന് വരേക്കും ആരെങ്കിലും ധൈര്യം കാണിച്ചിട്ടുണ്ടോ? എന്തേ ധൈര്യം കാണിക്കാത്തത്? ഖബറിലേക്കാണ് പോകുന്നത്. ഖബറിന്റെ ജീവിതം അങ്ങനെ തന്നെയാണ്. ഖബറിന്റെ ജീവിതം അതേ അവസ്ഥയിലാണ്. അത് ഏത് വലിയ വ്യക്തിയാണെങ്കിലും, അത് ആരാണെങ്കിലും ശരി, അവർക്കെല്ലാവർക്കും ഇതേ അവസ്ഥയാണ്. അവിടെ യാതൊരു ഡിഫറൻസുമില്ല, അവിടെ യാതൊരു വ്യത്യാസവുമില്ല, ഒരു ഡിസ്റ്റിങ്റ്റുമില്ല. എല്ലാവർക്കും ഇടയിൽ ഐക്യമാണ്, എല്ലാവർക്കും ഇടയിൽ ഏകോപനമാണ്, എല്ലാവർക്കിടയിലും ഒത്തൊരുമയാണ്. നിന്റെ സമ്പത്തിന്റെ മഹിമ കൊണ്ട് ആ ഖബറിലേക്ക് പോകുമ്പോ നല്ല വസ്ത്രം ധരിച്ചിട്ട് പോകാമെന്നുള്ളത് ആർക്കും ഇല്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഖബറിൽ കിടക്കേണ്ടതും ഒറ്റക്കാണ്. ആരുമില്ലാതെ ഒറ്റക്കായ ജീവിതമാണ്. സുബ്ഹാനല്ലാഹ്. ഖബറിൽ കിടക്കേണ്ട രംഗോ, ആ ഖബറിന്റെ അവസ്ഥ എന്താണ്? മണ്ണിന്റെ തലയിണ യാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാലൊരു ഭിത്തിയാണതിനുള്ളത്. സുബ്ഹാനല്ലാഹ്. മണ്ണിന്റെ തലയിണയാണ് അവിടെയുള്ളത്. എന്റെ പ്രിയപ്പെട്ട ഭാര്യയോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയോ ബാപ്പയോ, ഒരാൾ
പോലും മനസ്സ് വെക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട മകന്, എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക്, ഭർത്താവിന്, എന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി ഒരു നല്ല കുഷൻ വർക്കിന്റെ തലയിണ കൊടുക്കാമെന്നോ? തലയിണക്ക് പകരമായി അവിടെ കട്ടിൽ വെക്കാൻ സ്ഥലമില്ല, അവിടെ ബെഞ്ച് വെക്കാൻ സ്ഥലമില്ല, ഒരു ബെഡിടാൻ സ്ഥലമില്ല. താൽക്കാലികമായി ഒരു തലയിണയെങ്കിലും വെച്ചു കൊടുക്കാൻ ആരെങ്കിലും ഇന്നേവരേക്കും മുതിർന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരാളും അതിന് ഒരുക്കം വെക്കുന്നില്ല. തലയിണ മണ്ണിന്റെ തലയിണയാണ്. ഇരു സൈഡിലുള്ള മണ്ണും അത് ഭിത്തി എന്തിനാണ്? രണ്ട് സൈഡിന്റെ മതിലും ടൈൽസ് അല്ല, ഗ്രാനൈറ്റ് അല്ല, മാർബിളല്ല, ഏതെങ്കിലും കാവി പോലും തേച്ചതല്ല, മറിച്ച് സാധാ ഒരു കോൺക്രീറ്റ് ചെയ്തതല്ല, ഒരു തേപ്പ് നടത്തിയതല്ല, നോർമലായ മണ്ണാണ്. ആ മണ്ണിലേക്കാണ് മടക്കുന്നത്. മണ്ണിലേക്ക് കിടന്നാലോ സുബ്ഹാനല്ലാഹ്, ഇരുട്ടിന്റെ കോട്ടയാണ്, ഇരുട്ടിന്റെ കോട്ടയാണ്. പണ്ടേ ഇരുട്ടാണ് ഖബറിലുള്ളത്. ഖബറിൽ പിന്നെയും പിന്നെയും ഇരുട്ടാ. ഇരുട്ടിൽ നിന്ന് ഇരുട്ടറയിലേക്കാ പോകുന്നത്. അവിടെ പോയാലോ സുബ്ഹാനല്ലാഹ്, രംഗം വളരെ ക്രിട്ടിക്കലാണ്, വളരെ ഭയാനകരമാണ്. ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. ആരാണ് ആ ഖബറിലുള്ളത്? ചിതലുറമ്പുകളാണ്, പുഴുക്കളാണ്. എന്റെ ശരീരത്തിലൊരു ഈച്ച വരാൻ അനുവദിക്കാത്ത മനുഷ്യ, എന്റെ ശരീരത്തിൽ ഒരു ചെറിയ ഉറുമ്പിന് പെർമിഷൻ കൊടുക്കാത്ത മനുഷ്യ, ഒരു ചെറിയ കൊതുകിന് എൻട്രൻസ് കൊടുക്കാത്ത മനുഷ്യ, ഞങ്ങളൊക്കെ ഖബറിൽ കിടന്നാലോ അവിടെയുള്ളതാരാണ്? ചിതലും പുഴുക്കളാണ്. ചിതലുറുമ്പാണ്. മണ്ണിൽ പത്തിരിക്കുന്ന, മണ്ണിൽ ഒട്ടി നിൽക്കുന്ന, മണ്ണിൽ സഹവസിച്ച് നിൽക്കുന്ന ആ ചിതലുറുമ്പുകളുടെ താവളമാണ്. അതുപോലെ പുഴുക്കളുടെ താവളമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരം കിട്ടാൻ കാത്തു നിൽക്കുകയാണവകൾ. ഈ മലീമസമായ അന്തരീക്ഷം നോക്കണം നിങ്ങൾ. ശരീരത്തിലേക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ബഹുമാനപ്പെട്ട ലോകവും അടക്കി ഭരിച്ച സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരുപാട് വർഷങ്ങളോളം ജീവിച്ചുകൊണ്ട് എല്ലാ നിലക്കുള്ള അധികാരങ്ങളും കയ്യിൽ ഏറ്റെടുത്ത് ജിന്നുകളെയും ഇൻസുകളെയും അടക്കി ഭരിച്ച സുലൈമാൻ നബി അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിന്റെ പണിയെടുപ്പിക്കുന്ന സമയത്ത് ആ ഇടക്ക് വെച്ച് മരിച്ചുപോയ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരം ഒരു കസേരയിൽ ചാരി ഇരുന്നിട്ടാണ് ജിന്നുകളെ പണിയെടുപ്പിച്ചത്.